ഏതൊരു പ്രവൃത്തിയിലും സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യണം. മിസ്റ്റേക്കുകൾ കണ്ടാൽ അത് തിരുത്തി മുന്നോട്ട് പോകണം. LDC വേരിയസ് 2024 ഒത്തിരി ഉദ്യോഗാർത്ഥികൾ വളരെ സീരിയസ് ആയി പ്രിപ്പയർ ചെയ്യുന്ന ഒരു എക്സാമാണ്. ഇതിൽ ഒരു മികച്ച റാങ്ക് നേടിയെടുക്കണമെങ്കിൽ നിങ്ങളും നിങ്ങളുടെ പ്രശ്നങ്ങളും മിസ്റ്റേക്കുകളും വീക്ക് പോയിന്റ്സും ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ട്. ഒത്തിരി ഉദ്യോഗാർത്ഥികൾ പൊതുവായി പങ്കുവച്ച കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. സോ ചില ഉദ്യോഗാർത്ഥികളുടെ പ്രശ്നം ഇതാണ്, അവർ നല്ലപോലെ പഠിക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഇപ്പോൾ പഠിച്ച ചാപ്റ്റേഴ്സ് പിന്നെയും എടുത്ത് നോക്കാൻ നേരത്ത് ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫീലിംഗ് ആണ് അവർക്ക് ഫീൽ ചെയ്യുന്നതെന്നാണ് അവർ പറയുന്നത്. ദെൻ ചിലർക്കാണെങ്കിൽ സമയം ഒരുപാട് എടുക്കുന്നു. ഇത്തരത്തിൽ റിവിഷൻ ചെയ്യുമ്പോഴത്തേക്ക് ഒത്തിരി സമയം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് മറ്റ് ചില ഉദ്യോഗാർത്ഥികളുടെ വിഷമം എന്ന് പറയുന്നത്. അപ്പോൾ ചിലർക്കാണെങ്കിൽ വലിയ ലെങ്തി ചാപ്റ്റേഴ്സൊക്കെ ആയതുകൊണ്ട് ബോറടിക്കുന്നൊരു പ്രോബ്ലം ഉണ്ട്. ദെൻ ചിലർക്ക് SCRT ഒക്കെ ആൾറെഡി അവർ കവർ ചെയ്യുന്നുണ്ട്. കാര്യം ഇപ്പോൾ ഒത്തിരി 10th മെയിൻസ് നടന്നല്ലോ. അപ്പോൾ 10th മെയിൻസിൻ്റെ സമയത്തൊക്കെ ഒത്തിരി ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്തു, SCRT ഒക്കെ ആൾറെഡി കവർ ചെയ്തു. പക്ഷേ എന്നിരുന്നാലും ഇവർ പിന്നെ ഇപ്പോൾ എടുത്ത് LDC വേരിയസിന് വേണ്ടി പഠിക്കുമ്പോൾ അവർക്ക് ഒന്നേന്ന് പഠിക്കുന്ന ഫസ്റ്റ് ടൈം വായിക്കുന്ന ഒരു ഫീലാണെന്നാണ് പറയുന്നത്. കാര്യം അവരന്ന് പഠിച്ചത് അവർക്ക് വർത്തിയായി ഫീൽ ചെയ്യുന്നില്ല. ദെൻ ചിലരിപ്പോൾ നല്ലോണം ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞു, പിന്നെ ഒന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് കോൺഫിഡൻസ് ലഭിക്കുന്നില്ല. കാര്യം ഇതിലെല്ലാ കാര്യങ്ങളും അറിയാവോ, അല്ലെങ്കിൽ ചിലതൊക്കെ മറന്നുപോയോ എന്നൊരു ഫീലാണ്. കോൺഫിഡൻസ് ലഭിക്കുന്നില്ല എത്ര വായിച്ചിട്ടും. സോ ഇത്തരത്തിൽ പ്രോബ്ലംസ് നിങ്ങളും ഫേസ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിന് ഒരു റീസൺ ഉണ്ട്. എന്താണ് ആ റീസൺ? ബിക്കോസ് അതിൻ്റെ ഒറ്റ റീസൺ നിങ്ങളുടെ റിവിഷൻ ടെക്നിക് കറക്റ്റ് അല്ല എന്നുള്ളതാണ്. സോ നിങ്ങൾ വരുത്തുന്ന ഏറ്റവും ഫസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ചിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ റിവിഷൻ അവർ വിചാരിക്കുന്നു ഒന്നുകൂടെ എടുത്ത് നോക്കുന്നതാണ്, അല്ലെങ്കിൽ ഒന്നും കൂടെ എടുത്ത് വായിക്കുന്നതാണ് റിവിഷൻ, അത് മാത്രമാണ് റിവിഷൻ എന്നുള്ളതാണ്. ചിലർ വിചാരിക്കുന്നത് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന മുന്നിൽ ആ നോട്ട്സ് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതും ഒരു റിവിഷൻ. ഇതൊക്കെ റിവിഷനാണ്, ബട്ട് നമ്മുടെ മൈൻഡ് റീകോൾ ചെയ്യുന്നതാണ് ആക്ച്വൽ റിവിഷൻ. നമ്മൾ പിന്നെയും എടുത്ത് നോക്കി വായിക്കുന്ന നല്ല റിവിഷൻ. നമ്മുടെ മൈൻഡിലൂടെ പിന്നെയും അതേ പഠിച്ച കാര്യം ഓർത്തെടുക്കുന്നതിനെയാണ് റിവിഷൻ എന്ന് പറയുന്നത്. പിന്നെ ചിലരുടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഇപ്പോഴാണോ റിവിഷൻ ചെയ്യേണ്ടത്, പരീക്ഷയോട് അനുബന്ധിച്ചല്ലേ, അല്ലെങ്കിൽ എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടല്ലേ റിവിഷൻ ചെയ്യേണ്ടത്? അത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. നമ്മൾ എപ്പോഴാണോ പഠിക്കുന്നത് അപ്പോൾ വേണം റിവിഷൻ ചെയ്യാൻ. അപ്പം തന്നെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കണം, മനസ്സിലായി? എന്നിട്ട് എക്സാമിനോടനുബന്ധിച്ചും റിവിഷൻ ചെയ്യണ്ടെന്ന് പറയുന്നില്ല, പക്ഷേ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ റിവിഷൻ ചെയ്ത് പോകണം. കാര്യം അത് ഈ പറഞ്ഞ പ്രോബ്ലത്തിനൊരു സൊല്യൂഷനാകും. സമയം നഷ്ടപ്പെടുന്നതിന് സൊല്യൂഷനാകും. കാര്യം അപ്പം തന്നെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ, അല്ലെങ്കിൽ അപ്പം തന്നെ നമ്മൾ ആ മൈൻഡിൽ അത് റീകോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും. ഇനി ചിലർ ചിന്തിക്കും, എങ്ങനെ ഈ മൈൻഡിലോട്ട് റീകോൾ ചെയ്യുന്നേ, എങ്ങനെ ഇത് ചെയ്യേണ്ടേ? നമ്മൾ പറഞ്ഞു ഡേ ബൈ ഡേ, വീക്ക്ലി, മന്ത്ലി, ഈ ഒരു രീതിയിൽ ചെയ്യണം, അല്ലാതെ അവസാനം വരെ വെയിറ്റ് ചെയ്യണ്ട. ഇനി ഈ പറഞ്ഞതിനുള്ള സൊല്യൂഷൻ എങ്ങനെയാണ് ഇത് മൈൻഡിലോട്ട് റീകോൾ ചെയ്യേണ്ടത്? വെറുതെ വൈകുന്നേരം പോയിരുന്നു, ഇന്ന് ഈ ചാപ്റ്റർ പഠിച്ചു, എന്നാൽ പിന്നെ അതിനെപ്പറ്റി ഒന്ന് ഓർത്ത് കളയാം, അങ്ങനെ അല്ല ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ ഈസ് ദ വെപ്പൺ. നമ്മൾ ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു പ്രശ്നം നമ്മുടെ മുന്നിലോട്ട് വന്നാൽ, ഒരു സംശയം നമ്മുടെ മുന്നിലോട്ട് വന്നാൽ അത് നമ്മൾ ഓർക്കും. അതുപോലെയാണ് ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിനുള്ളൊരു സൊല്യൂഷൻ നമ്മുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി ആലോചിക്കും. അതായത് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കും, നമ്മൾ അതിനെപ്പറ്റി റീകോൾ ചെയ്യും. അതാണ് ആക്റ്റീവ് റീകോൾ എന്ന് പറയുന്നത്. സോ ആ ഒരു ടെക്നിക് ഇവിടെ ഉപയോഗിക്കണം. അതായത് നമ്മൾ പഠിച്ച ചാപ്റ്റേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് കണ്ടെത്തണം. ഇതിന് ഒരു ബെനിഫിറ്റ് കൂടെയുണ്ട്. അതായത് ഇപ്പം നമ്മളൊരു വലിയ ചാപ്റ്ററാണ് പഠിക്കുന്നതെന്ന് കരുതുക, ലാർജ് ചാപ്റ്റർ. സോ നമ്മളൊരു ക്വസ്റ്റ്യൻ കണ്ടു, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ നമുക്കറിയാം, ആ ഒരു ക്വസ്റ്റ്യൻ അറിയാം, അത് ഈസിയാണ്, അറിയാം, നമുക്ക് അതിൻ്റെ ഉത്തരം എഴുതി, അത് ശരിയായി. രണ്ടാമതൊരു ക്വസ്റ്റ്യൻ കണ്ടു, അതും ശരിയായി. മൂന്നാമതൊരു ക്വസ്റ്റ്യൻ കണ്ടു, പക്ഷേ അത് അറിയില്ല, അത് തെറ്റിപ്പോയി. അപ്പോൾ നമുക്ക് മനസ്സിലായത് ഈ പോർഷനും ഏകദേശം ഓക്കെയാണ്, ഈ ഒരു പോർഷനാണ് മിസ്റ്റേക്ക്. അപ്പോൾ ആ ഒരു സ്പോട്ട് നമുക്ക് എവിടെയാണോ വീക്ക് പോയിന്റ്, ആ ഒരു ചാപ്റ്ററിൽ എവിടെയാണോ വീക്ക് പോയിന്റ് ആയത്, ആ ഒരു സ്പോട്ട് മാത്രം ഐഡൻറ്റിഫൈ ചെയ്യുക, അത് പഠിക്കുക. സമയം ലാഭിക്കാം. അല്ലാതെ പിന്നെയും ആ ചാപ്റ്റർ വായിക്കുന്നതിൻ്റെ വിരസതയില്ല. നമുക്ക് അറിയാവുന്ന കാര്യം പിന്നെയും വായിച്ച് സമയം കളയണ്ട, അറിയാത്ത കാര്യം പിന്നെയും സ്ട്രെസ് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ ക്വസ്റ്റ്യൻ ആണ് വെപ്പൺ. റിവിഷൻ്റെ ഏറ്റവും വലിയ ടൂൾ എന്താണ്? ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് നമുക്ക് പല ഫോമിൽ പല രീതിയിൽ അവൈലബിൾ ആണ്.
ഇപ്പോൾ ടെലഗ്രാമിൽ തന്നെ നമുക്ക് ഒത്തിരി ചാനലുകളുടെ പോളുകൾ കാണാൻ പറ്റും. പോളിലൂടെ ക്വസ്റ്റ്യൻസ് കിട്ടും. പിന്നെ നമ്മുടെ SCRTയുടെ ഒരു ചാപ്റ്ററിൻ്റെ എൻഡിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ആ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു SCRT ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ആ ചാപ്റ്ററിനെ പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇനി നിങ്ങൾക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു റിവിഷൻ ടെക്നിക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ, നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട് അപ്ഗ്രേഡ് PSC. അതിൽ ഓരോ SCRT ചാപ്റ്റേഴ്സിൻ്റെയും ക്വസ്റ്റ്യൻസ് കൃത്യമായ ഷെഡ്യൂളോടുകൂടി ഒരു ഷെഡ്യൂൾ ഇട്ടിട്ടുണ്ട്. SCRTയുടെ അപ്പോൾ 10th ലെവൽ എക്സാം 10th ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ഇന്ന ഡേയിൽ ക്വസ്റ്റ്യൻസ് വരും. ആ ഡേയിൽ ക്വസ്റ്റ്യൻസ് അടുത്ത ഡേയിൽ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഷെഡ്യൂളായിട്ട് ടെസ്റ്റ് സീരീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിച്ചതിന് ശേഷം ആ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കി നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ബിൽഡ് ചെയ്യാൻ പറ്റും. റിവിഷൻ പ്രോപ്പറായിട്ട് ഡേ ബൈ ഡേ ആയിട്ട് റിവിഷൻ നടക്കും. മനസ്സിലായില്ലേ? അപ്പോൾ SCRTയിലെ ഓരോ ചാപ്റ്ററിനെ അനുബന്ധിച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. അങ്ങനെ 66 SCRT ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ടെസ്റ്റുകൾ നമ്മളെ ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ്. വലിയ ചാപ്റ്റേഴ്സ് ആണെങ്കിൽ സിംഗിളായിട്ട് ഓരോരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും, പിന്നെ ചെറിയ ചാപ്റ്റേഴ്സ് ആണെങ്കിൽ കമ്പൈൻഡ് ടെസ്റ്റ്. അതോടുകൂടി നിങ്ങൾക്ക് സമയം ഒത്തിരി ലാഭിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? SCRT കവർ ആവുകയും ചെയ്യും, നിങ്ങളുടെ സമയം നഷ്ടവും. നിങ്ങളുടെ വീക്ക് പോയിന്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, അത് പിന്നെ റിവിഷൻ ചെയ്യാൻ പറ്റും. ദെൻ ഇത് SCRTകളെല്ലാം എൻഡ് ചെയ്യുമ്പോൾ നമ്മൾ സിലബസിൻ്റെ ഓരോ ടോപ്പിക്ക്, ഇപ്പോൾ ഹിസ്റ്ററി ടോപ്പിക് ആണെങ്കിൽ ഹിസ്റ്ററിയിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ പേപ്പർ, ജോഗ്രഫിയിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ പേപ്പർ, അങ്ങനെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള 22 ടെസ്റ്റുകളും നിങ്ങൾക്ക് ഈ ഒരു ടെസ്റ്റ് സീരീസിൽ അവൈലബിൾ ആണ്. അങ്ങനെ ദെൻ പരീക്ഷയോടനുബന്ധിച്ച് ഫുൾ ടെസ്റ്റുകൾ, അതായത് മുമ്പത്തെ LDC വേരിയസിനെ ആസ്പദമാക്കിക്കൊണ്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആ മോഡലിലുള്ള 5 ഫുൾ ടെസ്റ്റുകളും നിങ്ങൾക്ക് ഈ ഒരു ടെസ്റ്റ് സീരീസിൽ അവൈലബിൾ ആണ്. ദെൻ ഒപ്പം തന്നെ കറണ്ട് അഫയേഴ്സ് ടെസ്റ്റുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതെല്ലാം ഒരു ടോട്ടൽ പാക്കേജ് ആയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആണ്. 200 റുപ്പീസാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല സോഴ്സസ്, ഇപ്പോൾ ഞാൻ ഒരിക്കലും നമ്മുടെ ടെസ്റ്റ് സീരീസ് മാത്രമാണ് റിവിഷനുള്ള ബെസ്റ്റ് മെത്തേഡ് എന്നൊന്നും പറയത്തില്ല. നിങ്ങൾക്ക് ഏതൊരു സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ക്വസ്റ്റ്യൻസ്, അതായത് ഇപ്പോഴത്തെ ഒരു ഫോമിലുള്ള ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസ് വരുന്ന നമുക്കറിയാലോ, സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സോ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ലഭിക്കുന്ന ഏതൊരു സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളങ്ങനെ വർക്കൗട്ട് ചെയ്യുക, നിങ്ങളുടെ റിവിഷൻസ് ഡേ ബൈ ഡേ കണ്ടിന്യൂ കൊണ്ടുപോവുക. അതാണ് നിങ്ങളുടെ മേൽക്കൊയ്മ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? നിങ്ങളെ ഒരു റാങ്ക് ഹോൾഡറാക്കി നിങ്ങളുടെ ബാക്കിയുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായി. എല്ലാവരും പഠിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആവശ്യം പോലെ റിസോഴ്സ് ഉണ്ട്, എല്ലാവരും പഠിക്കും. പക്ഷേ നിങ്ങളെ റാങ്ക് ഹോൾഡറാക്കി മാറ്റുന്നത് എന്താണ്? നിങ്ങൾ എങ്ങനെ വ്യത്യസ്തരാകുന്നു? ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾ പ്രിപ്പയർ ചെയ്യുന്നതിൽ കൂടുതൽ എന്താണ് നിങ്ങളുടെ ഒരു അഡ്വാൻസ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അതാണ് നിങ്ങളെ ഒരു റാങ്ക് ഹോൾഡറാക്കി മാറ്റുന്നത്. സോ എല്ലാവരും നല്ലോണം പ്രിപ്പയർ ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് അപ്ഡേറ്റ് PSC. താങ്ക് യു ഓൾ.